ജനത, അത് നഷ്ടപ്പെട്ടു പോകാതെ പരിരക്ഷിക്കുന്ന ഒരു ജനത, അതിൽ ആവേശവും അഭിമാനവും കൊള്ളുന്ന ഒരു ജനത, അത് ലോകത്തിന് മുഴുവൻ ആശ്രയമായി, ലോകത്തിന് മുഴുവൻ നിർഭയമായി, ലോകത്തിന് ആശ്വാസമായി, ലോകത്തിന് പ്രതീക്ഷയായി, ലോക ജനതയുടെ ജീവിത വീക്ഷണ നിർണയത്തിനായി ശാശ്വതമായി ഈ ധർമ്മം നിരന്തരം ലോകത്ത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എങ്ങനെ ഇത് സാധ്യമാക്കുന്നു? ഇത്ര പഴക്കം ചെന്ന ഒരു സംസ്കൃതി, അതിലൊരു വൈദിക പാരമ്പര്യമുണ്ട്, താന്ത്രികമായ വിധാനങ്ങളുണ്ട്, കലാപരമായ അവതരണ ക്രമങ്ങളുണ്ട്, വ്യത്യസ്തമായ ജീവിത രീതികളും വീക്ഷണങ്ങളും സാമൂഹിക ഘടനയും ഒക്കെ ഈ രാഷ്ട്രത്തിന്റെ ഈ സംസ്കൃതിയുടെ സവിശേഷതകളാണ്. എങ്ങനെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു, എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്, അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് എപ്പോഴും ലോകം, പ്രത്യേകിച്ച് ബുദ്ധിപരമായ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന സമീപിക്കുന്ന മനുഷ്യർ എപ്പോഴും ഈ വിഷയത്തിൽ നിരന്തരം അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നും ആ അന്വേഷണം നടക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ഇടങ്ങളിൽ കൂട്ടായ മനുഷ്യർ താമസിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായ വ്യവസ്ഥകളും ജീവിത രീതികളും ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കാലക്രമേണ ഒട്ടാകെ പരിവർത്തനം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം.